ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ഏറെ സ്നേഹിക്കപ്പെട്ട സഭാവിശ്വാസികളെ, കപടനാട്യക്കാരായ നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. മത്തായിയുടെ സുവിശേഷം 23 അധ്യായം 13 എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്ന് സിനഡിന്റെ തീരുമാനം പൂർണ്ണമായി നടപ്പിലാക്കാൻ 4 വർഷം കഴിഞ്ഞിട്ടും നടപ്പിലാക്കാൻ സിനഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ക്രിസ്തു അനുയായികളുടെ വിശ്വാസ ജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വിമത നേതൃസ്ഥാനത്ത് പാമ്പ്ളാനി നേതൃത്വം കൊടുത്തുകൊണ്ട് കൊണ്ടുവന്ന സമവായം ശരിയായിരുന്നില്ല എന്ന് പറയുവാൻ സിനഡ് ശ്രമിച്ചില്ല. എറണാകുളം അതിരൂപത സീറോ മലബാർ സഭയുടെ ആസ്ഥാനമാണെന്നുള്ള കാര്യം പോലും സിനഡ് പിതാക്കന്മാർ മനഃപൂർവ്വം മറന്നിരിക്കുന്നു. ഇതൊക്കെയല്ലേ കഴിഞ്ഞ സിനഡിന്റെ ബാക്കി പത്രം. സഭ വളരണം, വ്യാപിപ്പിക്കണം, അടിയുറച്ച വിശ്വാസം വേണം എന്നൊക്കെ പ്രബോധിപ്പിക്കുന്ന സിനഡ് ക്രിസ്തീയ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. റോമയിലെ പരിശുദ്ധ പിതാവിന്റെ കൽപ്പനകളെ പോലും നിങ്ങൾ തിരസ്കരിച്ചു. നാളെ എന്ന് നീട്ടിക്കൊണ്ടു പോകുന്ന നിലവിലുള്ള വിശ്വാസ പ്രതിസന്ധി വളരാൻ അവസരം നൽകാതെ എത്രയും പെട്ടെന്ന് പരിഹരിക്കാതെ എന്ത് അജപാലനം, എന്ത് ലൈംഗിക പ്രബോധനം! ക്രിസ്തു അനുയായികളുടെ വിശ്വാസത്തെ ഇനിയും പരീക്ഷിക്കരുത്. പ്രലോഭകനെ നേരിട്ട അതിജീവിച്ച യേശുനാഥൻ സമവായത്തിലൂടെയല്ല തിന്മകളുടെ ശക്തിയെ അതിജീവിച്ചത്. കേൾക്കാൻ ചെവിയുള്ള സിനഡ് പിതാക്കന്മാർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ വെറുതെയാകും, അർത്ഥം ഇല്ലാതെയാകും. സീറോ മലബാർ സഭയിൽ പരിശുദ്ധ കുർബാനയ്ക്ക് നേരെയുണ്ടായ അവഹേളനത്തിന് പരിഹാരം ചെയ്യുവാനും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളരുവാനും ഈ വരുന്ന സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച ദിവ്യകാരുണ്യ ആരാധന നടത്തുവാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ ആഹ്വാനം. ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും മകുടവുമാണ് പരിശുദ്ധ കുർബാന. നമ്മുടെ കർത്താവ് പാപികളും അയോഗ്യരുമായ നമ്മിലേക്ക് കടന്നു വരുന്ന അമൂല്യ നിമിഷങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്നത്. അത്യാദരവോടും ഭക്തിയോടും കൂടെ വേണം പരിശുദ്ധ കുർബാനയെ സമീപിക്കാനെന്ന് മേജർ ആർച്ച് ബിഷപ്പ് പുറത്തിറക്കിയ സിനഡാനന്തര സർക്കുലറിൽ ഓർമ്മിപ്പിച്ചു. നമ്മുടെ സഭയിൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായത് നമ്മെ ഏറെ വേദനിപ്പിക്കുകയും അനേകർക്ക് ഉതപ്പിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മാനുഷിക പരിഹാരങ്ങൾ അപര്യാപ്തമാണെങ്കിലും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളരാനും പരിശുദ്ധ കുർബാനയ്ക്ക് നേരെ ഉണ്ടായ അവഹേളനത്തിന് പരിഹാരം ചെയ്യുവാനുമായി 2025 സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച സീറോ മലബാർ സഭ മുഴുവനിലും 1 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്താൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ് മേജർ ആർച്ച് ബിഷപ്പ് സിനഡാനന്ദ സർക്കിൾ കൂടി അറിയിച്ചത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർക്ക് കനത്ത തിരിച്ചടിയായി ഏകീകൃത കുർബാനയിൽ പിന്നോക്കം പോകില്ലെന്ന് സിനഡാനന്തര സർക്കുലറിൽ പറഞ്ഞു വെക്കുന്നത് സീറോ മലബാർ സഭ പൗരസ്ത്യ സഭയാണെന്നും സിനഡ് സർക്കുലർ പറയുന്നു. ആരാധനാക്രമത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നും സർക്കുലർ പറയുന്നു. ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്ത മെത്രാന്മാർക്ക് അറിയുമോ ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണെന്ന്? ഒരുമയോടെ, സ്നേഹത്തോടെ, ഹൃദയ ഐക്യത്തോടെ അർപ്പിക്കേണ്ടതായ ദിവ്യബലിയെ അവഹേളിക്കാൻ, അപമാനിക്കാൻ കൂട്ടുനിന്ന, പ്രോത്സാഹനം നൽകിയ നിങ്ങളിൽ ചില മെത്രാന്മാർക്ക് ഇപ്രകാരം ഒരു ആഹ്വാനം നൽകുവാനുള്ള ധാർമ്മിക ഭദ്രതയുണ്ടോ? ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ സിനഡ് പിതാക്കന്മാർ സീറോ മലബാർ സഭയുടെ ദിവ്യ വിരുന്നൊരുക്കി വിശ്വാസികൾക്ക് പങ്കുവയ്ക്കൂ. അന്നേരം എല്ലാ വിശ്വാസ പ്രതിസന്ധികളും പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ബലി കർത്താവ് കൈക്കൊള്ളുമോ എന്നും അറിയുകയും ചെയ്യാം. വളരെ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ നിങ്ങളോടൊപ്പം നിന്ന വിശ്വാസികളെ പേടിപ്പിക്കുവാൻ പോലീസിനെ വിളിച്ച നിങ്ങൾക്ക് എന്ത് ദൈവവിശ്വാസം! സ്വന്തം നിലയിലും വിലയിലും സ്വയം നഷ്ടപ്പെടുത്തിയ ചില ബുദ്ധിരാക്ഷസ മെത്രാന്മാരെ
ക്രിസ്തുവിനെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയില്ല. എറണാകുളം അതിരൂപതയിൽ വിമതന്മാർ കൊണ്ടുവന്ന സമവായം എന്ന പാഷാണം നിങ്ങൾ കണ്ടിട്ട് അറിഞ്ഞിട്ട് അതിനെതിരെ നിങ്ങൾ പ്രതികരിച്ചില്ല. അതിനു മുമ്പും പിൻപും വിമതന്മാർ സഭയിൽ ഇരുന്നു കൊണ്ട് ചെയ്തു കൂട്ടിയ അമിതമായ തിന്മകൾ കണ്ടിട്ട് നിങ്ങൾ പ്രതികരിച്ചില്ല. ഇതിനൊക്കെ മൗന അനുവാദം കൊടുത്ത മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയെയും നിങ്ങൾക്ക് ഭയമായിരുന്നോ, അതോ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ചോ? രണ്ടായാലും നിങ്ങളെ വിളിച്ചവരെ നിങ്ങൾ മാനിച്ചില്ല. ദൈവം സർവശക്തനാണ്. ഇനിയെങ്കിലും ക്രിസ്തുവിനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യരുത്, അതിന് കൂട്ടുനിൽക്കരുത്. വിശുദ്ധ കുർബാന ക്രിസ്തു അനുയായികളുടെ ആത്മീയ ഭക്ഷണമാണ്. അത് തടയാനോ മലിനപ്പെടുത്താനോ നിങ്ങൾ കൂട്ടുനിൽക്കരുത്. പാമ്പ്ളാനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരുടെ കൂടെ കൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. ചെയ്യുവാൻ പാടില്ലാത്ത ഒരുപാട് തെറ്റുകൾക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നു. അദ്ദേഹം ഒരുപാട് സഭാവിരുദ്ധ നിലപാടുകൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വന്നു. ആകെത്തുക എന്ന് പറയുന്നത് പാമ്പ്ളാനി ദുഷ്ടരോട് ചേർന്ന് ദുഷിച്ചുപോയി. ഇനിയെങ്കിലും പാമ്പ്ളാനി, സത്യം എന്ന് പറയുന്നത് ദൈവമാണ്. സത്യവിരുദ്ധമായ ഒരു നടപടിക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കൂ. എറണാകുളം അതിരൂപതയിൽ നിങ്ങൾ കൊണ്ടുവന്ന സമവായം വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയായിരുന്നില്ലേ? നിങ്ങൾ മെത്രാന്മാർ എന്ന നിലയിൽ പരിശുദ്ധ കുർബാനയെ നിന്ദിക്കരുതായിരുന്നു. നിങ്ങൾ ക്രിസ്തു വിശ്വാസികൾക്കെതിരെ പോലീസിനെ ഉപയോഗിക്കരുതായിരുന്നു. ഒരു മെത്രാനായിരുന്ന നിങ്ങൾ ഒരു കണ്ണൂർക്കാരനാണെന്ന് പരിചയപ്പെടുത്തരുതായിരുന്നു. എല്ലാം എറണാകുളം അതിരൂപതയിലെ വിമതരുമായുള്ള സംസർഗത്തിന്റെ ഫലം. ഒരിക്കലും ക്രിസ്തുവിനെ മറന്ന് തിന്മയ്ക്ക് കൂട്ടുനിൽക്കരുത്. സഭയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അധികാരം സേവനത്തിന് വേണ്ടിയാണ്, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയാണ്. സ്പെഷ്യൽ ട്രിബ്യൂണൽ കോടതി അങ്ങേക്കെതിരായി എടുത്തിരിക്കുന്ന നടപടിയോട് ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും എത്രയും പെട്ടെന്ന് അങ്ങ് രാജിവെച്ച് തലസ്ഥാനം ഒഴിയണമെന്ന് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ മാത്രമല്ല, ലോകത്താകമാനമുള്ള വിശ്വാസികളും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അങ്ങ് തിരിച്ചറിയുക. എത്രയും പെട്ടെന്ന് എറണാകുളത്ത് നിന്ന് പോകുക. അതുമല്ല, ഇനിയും കടിച്ചു തൂങ്ങി കിടക്കാനാണ് അങ്ങയുടെ പ്ലാൻ എന്നുണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങിപ്പോകേണ്ടി വരുന്നത് ലോകത്ത് ആർക്കും ഉണ്ടാകാത്ത രീതിയിലുള്ള അപമാന ഭാരത്തിലും ആയിരിക്കുമെന്നുള്ള കാര്യം അങ്ങയെ വിശ്വാസികൾ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു.